രാമായണം 25-ാം ദിവസം. മേഘനാഥന്റെ വധവും രാവണന്റെ ഹോമത്തിന്റെ മുടക്കവുമാണ്. മേഘനാഥവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും പിതാവ് മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരർക്ക് കടക്കമുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളിലൊക്കെ മുറിക്ക തരുതറി ഭൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി ശാചരർ ഉൾക്കരുത്തുള്ളവരെന്നും ഉണ്ടെങ്കിലോ എന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നത് കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്ന് ദരിദ്രരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുരകർമ്മിവേഹങ്ങളും കാശീസകാഞ്ചന രൂപതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയുധനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വീണിയിടുന്നു. സ്വർഗലോകത്തോളം എത്തിയഹനൻ ചക്രനോടങ്ങറിയിപ്പാനാകുലം മാറി ചുട്ടതിനേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലർപ്പാന് ആർത്തി മുഴുത്തു ദരിതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ചരങ്ങൾ ഒഴിക്കയും ഗോത്രീജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്ന് പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിള ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനന്മാർ നിന്നലർന്ന ഘോഷവും മാനവേന്ദ്രൻ തലർജാന്യാത ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ഇന്ത മുഴുത്തു ശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോരു കുംഭനോടാശ നീ പോകുന്നു ചൊല്ലിനാൻ കമ്പിയായുള്ള നികുംബനും അന്നേരം മുമ്പിൽ ഞാൻ എന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനന്താനും പ്രജങ്കനുമെത്തയും വൻപുള്ള യൂപാക്ഷനും ചോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു എന്നള ബിംബം കലർന്നടുത്താർ കവിവീരരും രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രഞ്ജന്മാർ തെരുതെരജാകിയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ വേദിച്ച രാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചു പിടിച്ചങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ഈറ്റം മുഴുത്തു പറിച്ചും പരാമരം തോറ്റുപോകായെന്ന് ചൊല്ലി അടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ദയിച്ചും കളേവരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിബുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താൻ അത് നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരത് കണ്ടത് ജംബാരനന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യുവാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരത് നേരമങ്കരൻ കൗണവന്മാർ മൂവരോടും ഒരു ക്ഷീണയായി വന്നിതു ബാലിതനേനും മൈന്ദനുമാജു വിവിധനുമായി തത്ര വന്ദേതരം വന്നടുത്താരത് നേരം കൊന്നാൻ പ്രജങ്കനെ താരയനുമിത പിന്നെ അവണ്ണം വിവതൻ മഹാബലൻ കൊന്നിരു ശോണിതനേത്രനെയും മത മൈന്ദനം യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ രക്തഞ്ചരവരന്മാർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ചരം പൊഴിച്ചീടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ വണ്ടിനാൻ സുഗ്രീവനും തേരിലമ്മാറ് ചാടി വീണു ഹൃദയോടവന്മിൽ കണഞ്ഞിടിനാൻ മുഷ്ടയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നടുത്തറിഞ്ഞിടിനാൻ അദ്വയിൽ വാരാനെരിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യഗ്രൻ നികമ്പൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാഥൻ ചെയ്തടുത്താണ് നേരം സുഗ്രീവനെ പിന്നിലിട്ടു പാദാത്മജനഗ്രേ ചെറുത്താൻ നികമ്പനെ തൽക്ഷണി മാറിലടിച്ചാൻ നികമ്പനം പാരിൽ നുറുങ്ങി വീണു പരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു വണ്ടിനാർ ചേടിച്ച രാക്ഷസർ
കൂടെ തുടർന്നടുത്താർ കവിവീരൻ. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്ന് ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കണ്ടു എമ്പാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ, ചെന്നു നീ രാമാദികളെ ജയിച്ചിങ് വന്നിടുകന്നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തുരണാങ്കണി. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്നീകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്ന് കൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ എന്നഭയം തരികെന്നു രാമാന്തികെ എന്ന് പറഞ്ഞതു കേട്ടള രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ. വില്ലാളികൾ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതി നിൽക്കുന്നേരം ഒന്ന് തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ജാവവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനേരം. പാരിലമ്മാറ് ചാടി ശൂലവും കൊണ്ട് പാരമടുത്ത മകരാക്ഷനത്തതാ പാവകാസ്ത്രം കൊണ്ട് കണ്ടവും ഭേദിച്ചു ദേവകൾക്കാപത്ത് മുട്ടു നീർത്തിയിടിനാൻ. രാവണൻ ഇതറിഞ്ഞു കൂപിച്ചു വന്നേവരെയും പൊരുതാജു പുറത്താക്കി. രാവണനോട് അറിയിച്ചാനത് കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ട് മേഘനിദാനനും തൽപാദയിപ്പം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൽപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവേൻ. അന്തഃപുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുന്ന് ഇതൊക്കെ കാരണം. യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിചിത്തം പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ട് സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോട് യുദ്ധം ഉണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും നഷ്ടങ്ങളെ ഇടുന്നന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാശ്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശനം വരുത്തുക സത്വരം. സൗമിത്രി എന്ന വാക്കീതെങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്ന് വീഴുന്നവരോടും വൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലായിലേവനും ഞാൻ ഇവനോട് പോർ ചെയ്യുവേനെല്ലാവരും. ദീനതയെന്നീ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി. തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ ഹുക്കു മായാസീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേറി മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതാനും പരവശനായി. വാനരവീരിലെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ തന്തയം. അയ്യോ വിഭോ രാമരാമേരിവാവിട്ടു മയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൻ. ചോരയും പാരിൽ പരന്നത് കണ്ടു മാരുതി ജാനകി എന്നതേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്ക് യുദ്ധത്തിനാൽ അതിൽ പരമെന്തുള്ളത് ഈശ്വര. നാമിനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ. എല്ലുന്നത് കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവനോട് തന്നോട് സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിരു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ എങ്ങു ചെന്നിടുക സത്വരം യോഗേശനന്ദനാ പാർക്കരുതേത് നീ. യുദ്ധമാകന്യ വിരിസുതനും കവി സത്തവന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിരുപവാൻ ബന്ധമെന്ത് അങ്ങോട്ട് തന്നെ നടക്ക നീ. എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടത് ഇതപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പൂരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാറി എന്നത് കേട്ട് അവൻ ദാനമായി ചെന്ന്
തൊഴുതുണർച്ചിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ സൗമിത്രിദാനമന്നേരം തിരുമടി ചെന്ന് മടിയിലെടുത്തു ചേർത്തിയിടിനാൻ. വന്നവന്തൻ പദമഞ്ജനാപുത്തനും ഉത്സംഗസീമ്നി ചേർത്താൻ അത് കണ്ടു നിസ്സഞ്ചരായരക്കി നിന്നു കവികളും ദുഃഖം കടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിരുന്നു ആതിരി അശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാം. മായാനിമുടനാം മേഘനിനാഥനിക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശികയിൽ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബുലയിൽ ചെന്ന് പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടൂരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നേൽക്കതയാനിധി. ലക്ഷ്മണനും മടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകേണം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ യാത്രയേക്കേണമെന്ന് വിഭീഷണൻ ചൊന്നതു കേട്ട് അളവ ആലസ്യവും തീർന്നു വന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീതാരനും ശൂരൻ വൃഷവൻ ശരവൻ വിനതനും വീരൻ പ്രമാദീശതബലീ ജാമ്പവാൻ. പാദാത്മജൻ വേദദശീ വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധൂരൻ ധ്രുമൻ ഗവേൻ ഗവാക്കനും മറ്റും ഇത്യാദിയിലുള്ള കവികളും മുറ്റും നടന്നിത് ലക്ഷ്മണൻ തന്നോട്. മുന്നിൽ നടന്ന വിഭീഷണൻ താനുമായി ചെന്നു നികിംബിലവുക്കു നിറഞ്ഞിരു നക്തഞ്ചരന്മാരൊക്കെ ചുഴലവി നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാൽ അറ്റമില്ലാതെ ഓരോ രാക്ഷസ വീരരും മുറ്റുകയില്ല ഹോമം നമുക്കിനി പറ്റരച്ചേകത്തിയഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി വില്ലും ജരങ്ങളും കേൾപ്പോടെടുത്തു പോരിനടുത്തു ഇടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത തമ്പവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികിംബിലയാൽ തറമേറി നിന്നും ദശാനനപുത്രനും വന്നേരും കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമവിവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാതിടം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നത് കണ്ടില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തിരി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചെന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അർദ്ധത്ത ശസ്ത്രമെയ്തിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു പരൽസുതൻ ഉൽബുദ്ധമോദം കുമാരനെ സാദരം. ലക്ഷ്മണവാർജയ വിഭീഷണനെ കണ്ടു തൽക്ഷണൻ ചെന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമകേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനും വൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിടാലെത്തയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധലോകപ്രാപ്തി സന്തതി കൊണ്ടത്തെ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നത് കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും
നിൻ പിതാവും അറിക. നീ വംശം മുടിക്കുന്നതിന് നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്ന് ഞാൻ അംശുവാലീകുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരന്. എല്ലാം ഇത് മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. കണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളുകലാ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവേൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിടാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു തത്തരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമെയ്തു വാനരവീരനുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാർജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരണം സുമിത്രാതനേനും. പാരമടുത്ത് 5 ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മന്നവൻ പന്തികണ്ഠാത്മജനം നേരം കൂറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ ശങ്കരം കണ്ടൊരു സാരദ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്തം കുമാരനും. ലാഘവം ചേർന്നു കരണേ കരേണബന്ധു സംബന്ധിച്ചു രാഘവൻ തൻ പദാംബോരുഹം മാനതേ. ചിന്തിച്ചുറപ്പിച്ചയച്ചാനത് എന്ന് പന്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തര തൂണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണതു രാവണീ തന്നുടൽ ആമയം തീർന്നതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരനുഴൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങീതതാ ഗോത്രാരിതാരം പ്രസാദിച്ചേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താമസന്മാരും ഗഗനചരന്മാരും. ദുന്ദുമീനാവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനു വന്നേരം. ശങ്കാവിഹീനം ജനനാണലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായി ആലിംഗനം ചെയ്തു രാഘവൻ കൂടമോദം മുകർന്നീടിനാൻ മൂർധനി. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്തയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാനറികനി. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനീ ദശഗ്രീവനും. രാവണവിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ. വീണത് ഭൂമിയിൽ മോഹം കലർന്നറി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ആഹാ കുമാരാ മണ്ഡോദരീ നന്ദന, ആഹാ സുകുമാരാ വീരാ മനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവ് ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. പിണ്ണവർക്കും ദുജന്മാർക്കും മുനിമാർക്കുമൊന്നും നന്നായി ഉറങ്ങിയിടുമാറായിരുന്നു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണമെന്നത് കൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെക്കണ്ടു വീരയായത്തെയും വേപത് ഗാത്രിയായി. ആ രാമ രാമ
രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ധനാഥശാന്തരെ. ബുദ്ധിമാനായ സുവാർശൻ നയജ്ഞൻ അത്യുത്തമൻ കുർബരസുത്തമൻ വർത്തമാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്തയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും. ദേവദേവേശ്വരനായ പുരവൈരിസേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേരദാവോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദ ഗേവാദിവാസാസ്മാജിതേന്ദ്രിയൻ. വേദവിദ്യാവൃതസ്ഥാനപരായണൻ ബോധവാൻ ഭാർഗല ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ നന്നു നന്നെത്രയുമോർത്ത് കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധനം. രാത്രിഞ്ജരേന്ദ്രപ്രവരാ പ്രഭു മായാ സാർത്ഥം വിരവോട് പോരിക പോരിനായി. മാനവന്മാരെയും മാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർച്ചൻ പറഞ്ഞത് യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്തയും ആസ്തയാ മന്ത്രികളോട് നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി കുഷ്ഠരോക്ഷം പുറപ്പെട്ടതുപോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്ന് പോർ ചെയ്താനഭേദമായ നിർണയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ട ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്ന് നമസ്കരിച്ചിത്തയും ശുക്രവതന്നായി നിന്ന് ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കിടവീരരും അർക്കാനയോത്ഭൂതനാകിയ രാമനും. പൊക്കി ഒരുമിച്ചു വാരുതിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാസംഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായിരുന്നു. ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായിരുന്നു തൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണാലതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി. രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമായൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടു. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണി ചാപശാദികൾ വാനവരാലുമയ്യനാം പിന്നെ നീ. മന്ത്രം ഗ്രഹിച്ചു കൊൽകന്നോട് ആദരമന്തും എന്നീ ഹോമം കഴിക്കനീ. ശുക്രമനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണതാധിപനാകിയ രാവണൻ. പന്നകലോക സമാനായി തീർത്തത് തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗവ്യഹവ്യാദി ഹോമായസദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവീനമകമ്പുക്കു ശുദ്ധനായി. ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ. രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞുകൂടിയിടിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ. ഹോമം മുടക്കുവാനയച്ചിടുക സാമോദമാശു കവികുല വീരരെ. ശ്രീരാമസുഗ്രീവജാതനം കൈക്കൊണ്ടു മാരുത പുത്രങ്കാദികളൊക്കവി. 100 കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം. ഉക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം. വാരണ വാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാശഹോമസ്ഥലം. വ്യാജാൽ ശരമ നിജകരസഞ്ജയാ സൂചിപ്പിച്ചതു ദശഗ്രീവഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണ മാമേനം പൊടിപെടുത്തങ്കതൻ.
തത്ര ഗുഹയിലകമ്പുക്ക നേരത്തു നഗ്നഞ്ജരേന്ദ്രനെ കാണായി വന്നതായി. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാതെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ദാനിച്ചുമിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരൻ. താടിച്ചു മൃത്യുജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ജയം. കുണ്ഡത്തിലൊക്കെ ഒരിക്കലെ ഓമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹൽസ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്താൻ അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഗരങ്ങൾ കൊണ്ടും രജകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിൻ ഏതുമിളക്കമുണ്ടായില്ല മാനസേ രാവണനം ജയകാംക്ഷയാ. മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടീടിനാൻ. വിസ്തസ്തഹീനയായി കഞ്ചുഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമീ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു. പാരിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ പരിഭവമോർക്കിൽ ജലമതി. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാതേ ബലീയസീ മാനസേ ആ വിധിവൈഭവം എത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലു ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്തയും. ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് അത്യുത്തമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവനു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധ്യാനമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്തത് കണ്ടാനതു അത് കണ്ടു തുങ്കശരീരികളായ കവികളും. രാത്രിഞ്ജരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നീടിനാ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്ന് കൈതൊഴുതീടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസനം ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമി. കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവ നിമിത്തം മാമകം. അജ്ഞാന വിജ്ഞാന വിനാശനം ശോകമറിയനീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കും സംസാരവും അത് കാരണം. ശോകഭയക്രോധ ലോകമോഹാസ്തൃഹാരാഗ ഹർഷാദിജരാമൃത്യുജന്മങ്ങൾ. അജ്ഞാനജങ്ങളിലകല ജന്തുക്കൾക്കും അജ്ഞാനസ്വരൂപനാത്മനാപരന്നദ്വയൻ. ആനന്ദപൂർണസ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം അതിനും മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവേ. അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടനോടനോടുകൂടമേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്കനീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചത് കേട്ട് മണ്ടോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പതിനാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്കനീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും. ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതവനുവിനെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമുരരക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി. ക്ഷീരസമുദ്രമദനകാലേ പുരാ ഘോരമാമന്തരം പൃഷ്ടേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യകശിപുതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണ് ബലിയോടി യാചിച്ചു മൂലോകവും മൂന്നടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡവംശി ദശരഥപുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ.
നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവരുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃതാ. നിർലജ്ജനാകിയാൽ മൂടാ ജളപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്തയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ടോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ഡപരാക്രമം ചൊന്നാനത് നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായ കാനനെ. ജീവിച്ചിരിക്കുന്നത് ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവേൻ.